വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ ബാങ്കിൻ്റെ മുറ്റത്ത് 2 മരങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മാവും ഒന്ന് നമ്മുടെ ചിക്കു ഫുൾ കാട് പിടിച്ചിരിക്കുകയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ചിക്കു സീസണാണോ ഇപ്പോൾ എനിക്ക് അറിയില്ല. ചിക്കു സീസണിൽ കുറേ ചിക്കു കാണാറുണ്ട്. പിന്നെ അപ്പുറത്തൊരു മാവും ഫുൾ ഓഫ് മാംഗോസ് അതിലുണ്ട്. അപ്പോൾ ഗായ്സ് കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് വീട് പാങ്ങ് എന്ന് പറയുന്ന സമയത്ത് കുറേ പേർക്ക് അറിയില്ല പാങ് എവിടെയാണ്, പാങ്ങോ അങ്ങനെ ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് അതെ പാങ്, ദാറ്റ് ഈസ് മൈ ഹോം ടൗൺ. സോ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പാങ്ങിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ പാങ്ങിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് പാങ്ങ കണ്ടില്ലേ, ഇതിലപ്പുറം എന്ത് വേണം. ആൻഡ് ദിസ് ഈസ് ദ മാംഗോ ട്രീ. ഇതിൽ മാംഗോ യെസ് കണ്ടോ നിങ്ങൾ? കണ്ടോ? ഞാൻ കണ്ടു. ഗൈസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് സംസാരിച്ചപ്പോൾ. പാങ്ങിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഞാനിപ്പോഴത്തെ ഈ 2 സ്റ്റോറിയിലോ അല്ലെങ്കിൽ 3 സ്റ്റോറിയിലോ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1 ഡേ വീഡിയോ തന്നെ ഇടാനുള്ളതുണ്ട്. ഓക്കെ, സോ ഇനി പാങ് എവിടെയാണെന്ന് ചോദിക്കാൻ പാടില്ല ആരും. ഇയാളെങ്ങോട്ടാ വണ്ടി തട്ടിച്ചെടുത്തുകൊണ്ട് പോകുമോ? ഇല്ല, എക്സ്പേർട്ട് ഡ്രൈവറാണെന്ന് തോന്നുന്നു. വാട്ടവർ, നമ്മുടെ ടോപ്പിക്കിൽ കയറാം. സോ പാങ്ങിൻ്റെ ബ്യൂട്ടി എനിക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇത് പകർത്താൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ് ഗൈസ്. ഇതിൻ്റെ അങ്ങോട്ട് പോയാൽ ഫുൾ ഓഫ് പാടമാണ്. നല്ല ഭംഗിയാണ് ആ പടം കാണാൻ കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് നോക്കിയാലും പാടമാണ്. സോ യു ക്യാൻ സീ. ഓക്കെ ഗൈസ്, അപ്പോൾ പാങ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ്. പിന്നെ പറയുന്ന പോലെ ടൗണ്, അതുപോലെ തന്നെ വലിയ വലിയ മോൾസ് അങ്ങനെ ഒന്നും ഡെവലപ്പ് ആവാത്ത ഒരു സാധാ നാട്ടിൻപുറമാണ് പാങ്. ഓക്കെ, നമുക്കൊരു മാഗിയും കൂടി പർച്ചേസ് ചെയ്യാം ഗൈസ്. വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര വിശപ്പാണ്. സോ യെസ്, നമ്മളൊരു എൻറ്റോമിയും കൂടി എടുത്തോ. ചിയാ സീഡ്സ് ഏറ്റവും ചെറിയ പാക്കറ്റ് ആവില്ലേ ഇത്? ഹണിയോ? ഓട്സ് ഫ്രണ്ടിലല്ലോ. ലോറിയലിൻ്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണറും കൂടി ആവശ്യമുണ്ട്. സോ ഓക്കെ, ലോറിയൽ കളർ 75 ആണോ? കൂർക്കൊക്കെ ഇഷ്ടമല്ല, എനിക്ക് കോവയ്ക്ക് ഇഷ്ടം. മേടിച്ചോ? കോളിഫ്ലവർ കേള എനിക്ക് ഇഷ്ടമുണ്ടോ? ഇത് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലേ? ഇത് മേടിച്ചോ അമ്മ? അതാണോ? പാങ്ങിനെ കളിയാക്കുന്നവർക്ക് വേണ്ടി അടുത്തത് ഇവിടെ ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്.
കൊള്ളാം ഗൈസ്. കൊടുത്തോ? 2 പീസ് ഇറങ്ങട്ടാ. ഇവിടെ സാധനം മേടിച്ചില്ലേ കൊടുക്കണ്ടേ ഗൈസ്? നമുക്ക് ബിരിയാണി നമ്മൾ വെയിച്ചു, ഭയങ്കര വെയിറ്റ്. അവിടെ കണ്ടോ നമ്മുടെ പാങ്ങിന്റെ സ്വന്തം കൊടുക്കുമ്പോ തന്നെ ചോദിച്ചാ പോരെ. മത്തി വാങ്ങിക്കാം. മത്തി മേടിക്കാം. ഒരെണ്ണം വേണ്ടില്ല. മാന്തളാണ്. അപ്പൊ നമ്മൾ വീഡിയോഗ്രാഫർ വന്നിട്ട് നമ്മളെ മാളുമാണ്. അപ്പൊ ഞാൻ ഇത്രയും മാന്തളം ഞാൻ ഒറ്റയ്ക്ക് നന്നാക്കിട്ടോ. ഇതിൽ വലിയ ബിരുദമൊന്നുമില്ല, ഒക്കെ മേമയാണ് ചെയ്ത് തരാറ് പൊതുവേ. അപ്പൊ ഇന്നിപ്പോ രാത്രി കൊണ്ടുവന്ന കാരണം എനിക്ക് നാളെ രാവിലെ വേണം ഇനി. അതുകൊണ്ട് ഞാനൊരു ഇതിലിരുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് മത്തി നന്നാക്കിയതുകൊണ്ട് കാണിച്ചു തരാം. കണ്ടോ, ചെളുക്ക് എടുത്ത് കളഞ്ഞിട്ടില്ല. സോ അത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യണം. അപ്പോ എനിക്ക് മന്ത് നന്നാക്കാൻ അറിയണ്ടായിരുന്നില്ല. ഞാൻ ടെസ്റ്റ് വെച്ച് ചെയ്യാം. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അവളൊരു മൂക്കും ചൊറിഞ്ഞല്ലോ. അമ്മ പറഞ്ഞത് നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പച്ചമണം മീനൊന്നും അധികം ഉണ്ടായിരുന്നതേ ഇല്ല എന്നാണ് കേട്ടോ. കൂടി മാറ്റിത്തേക്കും. അമ്മ അത് പറഞ്ഞില്ല, നമ്മുടെ കുട്ടിക്കാലത്ത് പച്ചമാന്തളൊന്നും കണ്ടിട്ടേ ഇല്ലാതാണ്. കണ്ടിട്ടില്ല. ഈ ഭാഗത്തുനിന്ന് ഒരു ഉണക്കല് കൊണ്ടു ഒരു കുഞ്ഞേക്കുട്ടിയുടെ കട ഏതോന്നുണ്ടായിരുന്നു. അതിന്ന് കുറച്ച് ഉണക്കമ്മീൻ വരും. അത് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുന്നത് കാണാം. ഞാൻ അങ്ങനെ മീൻ കുട്ടിയായിരുന്നു കൊണ്ടുപോകും. പിന്നെ മത്തി കുറച്ചൊക്കെ കിട്ടായിരുന്നു. മത്തി കിട്ടിയത് കുറച്ച് കാലത്തായി പറഞ്ഞോ. 10ാം ക്ലാസ്സിലൊക്കെ മത്തിയൊക്കെ കിട്ടുന്നത്. അപ്പോ കുറെ പേരുള്ളതല്ല. ചിക്കൻ ഉണ്ടാവും. കോഴിനെ പിടിച്ച് കൊന്ന് ആരെയും പിടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യാമോ? ഇതിന്റെ അമ്മ യൂസ് ചെയ്യുന്ന കത്രിക ഞാൻ ഇപ്പൊ മീൻ വെട്ടെടുത്തു. ഇനി അമ്മ ഈ കത്രിക യൂസ് ചെയ്യില്ല. ഇനി അമ്മക്ക് ഈ കത്രിക അമ്മ യൂസ് ചെയ്യോ? ടീച്ചർ പുതിയ കത്രിക വേണം. കാരണം എന്താ, കേസിന്റെ അമ്മ ഈ മീൻ നന്നാക്കില്ല, കഴിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഇത് നന്നാക്കേണ്ടി വരുന്നത്. ഞാനുള്ള സാധാരണ നന്നാക്കല് കേട്ടോ. അപ്പുറത്ത് മേമയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഭാഷയ്ക്ക് ഇരുന്നതാണ്. പക്ഷേ ഇത്ര ഭാഷ വേണ്ടായിരുന്നു തോന്നുന്നു. കുറച്ച് പണി കൂടിപ്പോയി. ഇത് എനിക്ക് ഇനി ചെളുക്കൊക്കെ കളയാനുള്ള പണികളുണ്ട് കേസ്. സോ സാഡ്. എനിക്കിത് ചെളുക്ക് കളയാനൊന്നും അങ്ങനെ അറിവുണ്ടായിരുന്നില്ല. കഴിക്കാൻ മാത്രമല്ല കേസ് നമുക്കറിയുള്ളൂ. നന്നാക്കിയിരുന്നു. അധ്വാനിച്ചിട്ട് കഴിക്കാനുള്ള പണി നമുക്കറിയില്ല. ഇല്ല അമ്മേ? അമ്മക്ക് കേസ് അധ്വാനിച്ചിട്ട് കഴിക്കാനുള്ള നന്നായിട്ട് അറിയാം. പക്ഷെ മകൾക്ക് അതറിയില്ല. ഗൈസ് അപ്പൊ നമുക്ക് മത്തിയൊക്കെ നന്നായി കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നിങ്ങൾ ശരിക്കും ഞാൻ എന്താന്ന് പാൻറ്റിലൊക്കെ ഞാൻ വെറുതെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പാഴ്ട്ടിക്ക് തറവാട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ തന്നെ കഴിച്ചു. അപ്പൊ ഗൈസ് മത്തി കഴിഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ സംസാരിച്ചു 2 കൂടെ ഉള്ളു. അപ്പൊ നമുക്കത് ഉണ്ടായി കഴിഞ്ഞിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് കാണാം ഗൈസ്. ഗൈസ് മാളുണ്ട് നമ്മളുടെ കൂടെ. ഇന്ന് ഫിഷ് നേരൊക്കെയത് മൊത്തം ഞാനാണ്. മാള് വീഡിയോ ഒക്കെ എടുത്തു തന്നു. പക്ഷെ നല്ല കുട്ടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫിഷ് നന്നാക്കാൻ പറഞ്ഞാൽ ഫിഷൊക്കെ നന്നാക്കി തരും കുഞ്ഞ്. എൻ്റെ കൈ കണ്ടോ ഗൈസ്, ഫിഷ് നന്നാക്കിയിട്ട് എത്ര വെളുത്തു നോക്ക് നോക്ക്. ഇതൊക്കെ അമ്മേ
ഗൈസ് അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് കണ്ടോ, നേരത്തെ നിങ്ങൾ കണ്ടതിനേക്കാളും എത്ര മാറിയെന്ന് നോക്കൂ ഗൈസ്. നോക്കൂ നിങ്ങൾ തന്നെ നോക്കി പറയൂ. ഫിഷൊക്കെ ആകെ രൂപം മാറി നേരത്തെ കണ്ടതിനേക്കാളും. അപ്പോൾ രണ്ടും നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടപ്പോൾ ഇന്ന് കുറച്ചെടുത്ത് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് വേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് കളയണം ഇപ്പോൾ. ഓക്കെ ഹായ് ഗൈസ്, നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ രാവിലത്തേക്കുള്ള ഓട്സും സാധനങ്ങളും കൂടി സെറ്റ് ചെയ്യും. ഓവർനൈറ്റ് ഓട്സാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാറ്. സോ അതും കൂടി സെറ്റ് ചെയ്യണം, നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ പോണോ ഗൈസ്? അപ്പോൾ നമുക്കിത് കാണാം. ഫാൻ ഓഫ് ചെയ്യാൻ മറന്നേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലൈറ്റ് ഇടണം. ഇല്ല അവിടെ ചെറിയ നടക്കേണ്ടതുണ്ടോ? നമുക്ക് ക്യാമറയിൽ കാണാണ്ടോ? നോക്കട്ടെ, ക്യാമറയിൽ കാണാം. 1 2 തേങ്ങ വട്ടപ്പോ വീഴുത്ര അറിഞ്ഞു കാലി ഹോഗയ എവിടെ? അപ്പോൾ നമുക്കെന്താ ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ പ്രയാണം. ഗൈസ്, നമുക്കിപ്പോൾ ഈ പ്ലാസ്റ്റിക് എടുക്കാൻ ഹരിത കർമ്മസേന വരണ കാരണം ഇതൊക്കെ നമ്മൾ ഇവിടെ വേണം ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫിഷിൻ്റെ ആണ്. ഇപ്പോൾ നാളത്തേക്ക് പൂച്ച കടിച്ച് ഇടുമോയെന്ന് എനിക്കൊരു ഐഡിയ. കഴുകിയിട്ടില്ല, ഇനി വയ്യാന്ന് കഴുകാൻ. ഗൈസ്, ഇപ്പോൾ തൽക്കാലം ഇതിലിട്ടുണ്ട്. പൂച്ച വരുമോ? ഇത് പേടി ഗൈസ്. ഇപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ, ഇങ്ങനെയൊക്കെ കഴുകിയിട്ടൊക്കെ വേണം നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് അത് കഴുകിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാൻ. എത്ര പാടാ, തിന്നാൻ തോന്നില്ല. തിന്നാൻ വിചാരിക്കുന്നത് എന്തിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് തന്നെ അല്ലേ കിട്ടും. ഒക്കെ ഇങ്ങനെ കഴുകി ഇടുക എന്ന് പറഞ്ഞാൽ തിന്നത് അങ്ങോട്ട് ദഹിക്കും. കഴുകി അവിടെ കൊണ്ടിടുമ്പോഴത്തേക്കും. പക്ഷെ ഞാൻ ഇടയില്ല, അതും എൻ്റെ അമ്മയാണ് ചെയ്യല്. ഞാനിതപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടത്. ഗൈസ്, അപ്പോൾ നമുക്കിനി ഓവർനൈറ്റ് ഓട്സ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. എന്തൊക്കെയോ ഓടിക്കാൻ വന്നു. പാല എന്താടാ? ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് പാൽ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. നമുക്ക് കത്തിരിക്ക ചെറിയ ഓട്സാലേ ഇത്. റോൾഡ് ഓട്സ് ഇടാം. നമുക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ആപ്പിൾസും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും നോർമലി അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഇടാം, അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ നാളെ ഇട്ടാൽ മതി. നിങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് പോയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, കമോൺ. താഴെ പോകണം. ഞാൻ കുറച്ച് മുമ്പ് എനിക്ക് വേണ്ട മസാല ഇവിടെ തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് മീനിൽ. സോ ഇതെടുത്ത് കുക്ക് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. ഫ്രൈ ചെയ്യാനാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ, കുറച്ച് ഇങ്ങനെ ഇത് കുറച്ച് സിമ്മിലേക്ക് ഇടാം. കാരണം കുറച്ച് ഹീറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് സിമ്മാക്കാം. കാരണം ഞാൻ എണ്ണ ഒഴിക്കുമ്പോൾ കയ്യിലേക്ക് ചൂടെടുക്കുന്നുണ്ട്. സോ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് ഓക്കെ, എണ്ണ ഒഴിക്കാം. അപ്പോൾ ഫ്രൈ ആയി കിട്ടാനുള്ള അത്ര എണ്ണ ഒഴിക്കണം. ഇത് കുറച്ച് കൂടിയോ എന്നൊരു സംശയം. യെസ്, നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ മാറ്റാം. അതാണ്
അമ്മ എന്നെ കൊല്ലും കഴിച്ചു. പിന്നെയും പോയി. ശരി, ഈ പാത്രം എടുത്തിട്ട് അതൊന്ന് ചൂട് പോയാൽ നമുക്ക് എടുക്കാം. ഞാൻ എന്ത് നമ്മളെ എണ്ണ ചൂടായി വരുമ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. വേണമെങ്കിൽ സ്റ്റൗവിൽ ഓയിലിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ അപ്പോഴേ വാഷ് ചെയ്ത് വെച്ചാൽ അമ്മ ചീത്ത പറയും. അപ്പോൾ ഫിഷ് ആവട്ടെ ഗൈസ്. ഫിഷായിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഈ ആംഗിൾ പിടിക്കാം ഗൈസ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ മീനൊക്കെ ഇങ്ങനെ മറച്ചിടുക. അപ്പോൾ ഇതായിട്ടില്ല നമുക്ക് മനസ്സിലാവും. പിന്നെ എന്നാൽ മറച്ചിടാൻ നിൽക്കണ്ട മൊത്തം. ഓക്കെ, ആയിന്ന് മനസ്സിലാകുമ്പോൾ മാത്രം മറച്ചിട്ടുള്ളത്. അപ്പോൾ ഫുഡ് റെഡിയായി, നമുക്ക് ഇത് പോയിട്ട് കഴിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും ടേസ്റ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടോ നോക്കാം. ആരെ കാണാൻ അമ്മേനാ? എന്താ അറിയില്ല. അമ്മ എന്താ ചെയ്തേ? അമ്മ ഇന്നലെ അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിച്ച് നോക്കാം. ഈ മീൻ കറിയൊക്കെ അമ്മ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ആകെ മീൻ ഫ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ മാന്തളും ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു പീസ് ബാക്കി വെച്ചപ്പോൾ അതെടുത്ത് കഴിച്ചു എന്ന് മാത്രം കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാം. മീൻ കറി ഉണ്ട്, ചോറുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, കോവയ്ക്കയുടെ ഉപ്പേരി ഉണ്ട്. ഇങ്ങനെയാണ് നോക്കാം. ബൈ ഗൈസ്. ബൈ പറഞ്ഞു. ബൈ.